എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചോദ്യമില്ലേ? ചോദ്യം. ഈ റോഡിന്റെ വികസനം നിങ്ങൾ മൂന്ന് മുന്നണിയിലെ ഏത് ആൾക്കാരാണ് ആദ്യം നടപ്പാക്കുന്നതെന്ന് ഈ ആൾക്കാരോട് പറഞ്ഞു തന്നാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഓക്കെ ഈ തള്ളി മറിച്ചാ പോരാ, ചെയ്തിരിക്കണം. അവർക്ക് ഈ നാട്ടുകാർ വോട്ട് ചെയ്യും. ഞാൻ ഈ പരിസരവാസിയാണ്, അതാദ്യം പൂർത്തീകരിക്കും. ഒരു പരിസരവാസിയുടെ രോദനാണ് അത്. ഈ റോഡിന്റെ വികസനം ആര് പൂർത്തിയാക്കുന്നില്ല? 80% റോഡുകൾ PWD റോഡാണ്, 20% റോഡുകളാണ് നഗരസഭ പരിപാലിക്കുന്നത്. ഞങ്ങൾ ഈ രണ്ടാം ഭരണസമിതി അധികാരത്തിലേറുമ്പോൾ അമൃത് പദ്ധതിക്ക് വേണ്ടി 135 കിലോമീറ്റർ റോഡ് ഞങ്ങൾ പൊളിച്ചിട്ടിരുന്നു. ഈ ഒന്നാം ഭരണസമിതി 30 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചിട്ടാണ് അധികാരത്തിൽ നിന്ന് പോയത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഒരു കൊല്ലത്തിനുള്ളിൽ ഈ 135 കിലോമീറ്റർ റോഡ് BMBC നിലവാരത്തിൽ പുനരുദ്ധരിച്ചു, റീടാറിംഗ് നടത്തി. ഇന്ന് പാലക്കാട് നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ BMBC റോഡുകളുടെ നിലവാരത്തിൽ പുനരുദ്ധരിച്ചു. PWD റോഡുകൾ അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്, MLA ആണ്. MLA എന്ത് ചെയ്തു? ഇവിടുത്തെ ലിങ്ക് റോഡുകളുടെ കാര്യത്തിൽ MLA എന്ത് ചെയ്തു? ഒരു ഹൈമാസ് ലൈറ്റോ മിനിമാസ് ലൈറ്റോ വയ്ക്കലല്ല MLAയുടെ ഉദ്ദേശം. ഇവിടുത്തെ ഗതാഗത കുരുക്കിന് 13 വർഷത്തിനുള്ളിൽ 1 കിലോമീറ്റർ റോഡ്, പുതിയ റോഡ് നിർമ്മിക്കാൻ MLAക്ക് സാധിച്ചോ? അത് മറുപടി പറയട്ടെ. ഓക്കെ യെസ്. MLAയുടെ ഫണ്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 5 കോടി രൂപയാണ് ഒരു വർഷത്തെ ഫണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന MLA-മാരിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ MLA എന്ന് പറയുന്നത്. ഈ റോഡിന്റെ അവസ്ഥ ചേട്ടൻ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണോ ദേശീയ പാതയാണോ എനിക്കറിയില്ല. ഇനി ആരായാലും ഞാൻ പറയാൻ ആര് പറഞ്ഞാലും ഇത് ഇനി PWD റോഡാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ദേശീയപാതയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് BJPയുടെ പ്രതിനിധിയാണ്. മുനിസിപ്പാലിറ്റി അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ചത് കേന്ദ്ര സർക്കാരാണ്. ഏറ്റവും അവസാനമായി ഗ്രീൻഫീൽഡ് ദേശീയപാത കോഴിക്കോട് ഇന്ന് പോകണമെങ്കിൽ 5 മണിക്കൂർ വേണം. അത് 2 മണിക്കൂർ കൊണ്ട് കോഴിക്കോടേക്ക് എത്തുന്ന രീതിയിൽ ഗ്രീൻഫീൽഡ് ദേശീയപാത നരേന്ദ്രമോദി സർക്കാർ പദ്ധതി അനുവദിച്ചു. സ്ഥലമേറ്റെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ കൊണ്ടുവരുന്ന പൊതുമരാമത്ത് റോഡുകളുടെ അവസ്ഥ ശോചനീയമാണ് കേട്ടോ. കോടി രൂപയാണ് ഈ പറയുന്ന നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് കേരള സംസ്ഥാനം ചെലവഴിച്ചത് എന്നുകൂടി കൂട്ടി പറഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പൊ ഈ 4 വരിപ്പാത പണിയുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ 4 വരിപ്പാത അന്ന് UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ആളുകൾ ഈ പ്രപ്പോസലുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളുകളാണ് ഈ പറയുന്നത്. ഇന്നിപ്പോ റോഡ് ഇവര് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ഇവർ നടപ്പിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി മറുപടി പറയാം. പാലക്കാട് നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിയാണ് ഇവരുടെ സിഗ്നേച്ചർ പദ്ധതിയായി ഇവർ ഉയർത്തി കാണിക്കുന്നത്. അമൃത് കുടിവെള്ള പദ്ധതിയിൽ സർവത്ര അഴിമതി നിറഞ്ഞിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ BJPയുടെ പ്രതിനിധിക്ക് സാധിക്കുമോ? അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ കിട്ടുന്നുണ്ടോ? ഇപ്പോ നഗരസഭയുടെ എല്ലാ ഭാഗത്തും ഇപ്പോ അമൃത് കുടിവെള്ള പദ്ധതി വഴി പൈപ്പ് ലൈനിൽ കുടിവെള്ളം കിട്ടുന്നുണ്ടോ? നഗരസഭയുടെ എല്ലാ ഭാഗത്തും സുഭിക്ഷമായിട്ട് വെള്ളം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ PMA വഴിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും 3 സെന്റ് 1 സെന്റ് 2 സെന്റ് ഉള്ള എല്ലാവർക്കും വീടും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എല്ലാവർക്കും നല്ല ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് UDF-നോട് ഒന്നേ ചോദിക്കാനുള്ളൂ. UDF ഭരണം, അതായത് നമ്മുടെ ഷാഫി പറമ്പിൽ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ നിന്നാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ഈ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും അവരുടെ വോട്ട് വാങ്ങി അയാൾ എന്തുകൊണ്ട് വടകരയിൽ പോയി എന്നും കൂടി ഇവിടെ ഉത്തരം തന്നാൽ നന്നായിരുന്നു. പറമ്പിൽ എന്തുകൊണ്ട് വടകരയിൽ മത്സരിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അല്ല, മറ്റേ ചോദ്യത്തിന് മറുപടി കിട്ടിയല്ലോ. അമൃത് കുടിവെള്ള പദ്ധതിയിൽ അവർ പറഞ്ഞതിൽ ഞാൻ സംതൃപ്തിയല്ല. കാരണം ഇവിടെ സാധാരണക്കാരുമായി ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയതാണ്. ഇവിടെ പൈപ്പ് ലൈൻ ഇട്ടിട്ട് ഒരാഴ്ചക്കുള്ളിൽ പൈപ്പുകൾ പൊട്ടി തകർന്നിട്ട് ഇതുവരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പാലക്കാട് മുനിസിപ്പാലിറ്റി അതിന് തയ്യാറായിട്ടില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി അമൃത് കുടിവെള്ള പദ്ധതിയിൽ അത് ചോദിച്ചപ്പോ അമൃത് കുടിവെള്ള 110 കോടി രൂപ പദ്ധതിയാണ് അമൃത് കുടിവെള്ള പദ്ധതി. മലമ്പുഴയിൽ 450 ദശലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ആധുനിക ഫിൽറ്ററിംഗ് പ്ലാന്റ് സ്ഥാപിച്ചു. നേരത്തെ പഞ്ചായത്തുകൾക്കടക്കം ഒരേ ഒരു ഫിൽറ്ററിംഗ് പ്ലാന്റാണ്. ഇന്ന് നഗരസഭയ്ക്ക് മാത്രമായി ഇത്രയധികം കപ്പാസിറ്റിയുള്ള 450 മില്യൺ
കപ്പാസിറ്റിയുള്ള ഫിൽറ്ററിംഗ് പ്ലാന്റ്. നഗരത്തിൽ 3 ഓവർഹെഡ് റിസർവോയറുകൾ, ഒന്ന് മൂത്താന്തറയിൽ, ഒന്ന് കൽമണ്ഡപത്തിൽ, ഒന്ന് മാട്ടുമന്തയിൽ സ്ഥാപിച്ചു. കിലോമീറ്ററുകളോളം പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു. നഗരത്തിന്റെ തിരുനെല്ലായി മേഖല എത്രയോ വർഷങ്ങൾ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നു. UDF 30 വർഷം ഭരിച്ച നഗരസഭയാണ്. നഗരത്തിന്റെ മൂത്താന്തറിന്റെ താഴെ, വാട്ടർ ടാങ്കിന്റെ താഴെ രാത്രി 2 മണിക്ക് വെള്ളം കിട്ടില്ലായിരുന്നു. അവിടെ ചെക്കാന്തറയിൽ, മിഷൻ കോമ്പൗണ്ടിൽ, ഇവിടെയൊക്കെ ഇന്ന് 24 മണിക്കൂറും ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നുണ്ട്. ഇത് അമൃത് പദ്ധതിയുടെ വിജയമാണ്. ഇത് അമൃത് പദ്ധതി. നഗരസഭ ഒരു ഫണ്ടിംഗ് ഏജൻസിയാണ്. നഗരസഭ ഒരു ഫണ്ടിംഗ് ഏജൻസിയാണ്. ഈ അമൃത് പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് വാട്ടർ അതോറിറ്റിയാണ്. അത് നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരും സർക്കാർ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. ചില കാലതാമസങ്ങൾ അവർ മനഃപൂർവ്വം ഉണ്ടാക്കി BJPയുടെ ഭരണസമിതിയെ ഈ അമൃത് പദ്ധതിയെ കരിവാരി തേക്കാൻ വാട്ടർ അതോറിറ്റി കാലതാമസം ഉണ്ടാക്കി. പക്ഷെ ശക്തമായ തീരുമാനങ്ങളോടെ, സമ്മർദ്ദങ്ങളോടെ ആ പദ്ധതി 100% ഇംപ്ലിമെന്റേഷൻ ചെയ്തതുകൊണ്ടാണ് രണ്ടാം അമൃത് പദ്ധതി പാലക്കാടിന് അനുവദിച്ച് കിട്ടിയത്. 76 കോടിയുടെ രണ്ടാം അമൃത് പദ്ധതി. അമൃതിന്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിക്കൂ. 90% പ്രൊജക്ടുകളും പൂർത്തീകരിച്ച ഒരു നഗരസഭയാണ്. കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭ പാലക്കാട് നഗരസഭയാണ്. അതിന്റെ സാങ്കേതികത്വം എന്ന് പറയുന്നത് അമൃത് പദ്ധതിക്ക് അനുവദിച്ച ഫണ്ട് അവര് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയാൽ ആ ഫണ്ട് എക്സ്പെൻഡിച്ചറായി ആ സാധനം വെള്ളമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യമാക്കേണ്ടത്. ഞാൻ ഇപ്പോഴും ഞാൻ ഇദ്ദേഹത്തോട് ഞാൻ പറയുന്നു, പാലക്കാട് നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഇന്നും കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളുണ്ട്. പൈപ്പ് പൊട്ടിയിട്ട് ആ പൈപ്പ് മാന്തി എടുത്തിട്ട് ഇന്നും ആ പൈപ്പുകൾ റീപ്ലേസ് ചെയ്യാത്ത സ്ഥലമുണ്ട്. ഏത് ഏരിയ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മിണ്ടാതിരി പ്ലീസ്. നിങ്ങൾ ബേളം വെക്കണ പുറത്തു പോകും. ഇവിടെ ചുമ്മാ ബേളം വെക്കാതെ സംസാരിക്കും. മൈക്ക് വായിക്കാൻ നിങ്ങൾ സംസാരിച്ചല്ലേ? തരാം. ഇദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞേ. നിങ്ങൾ വിളിക്കുന്നാല് തരാം സംസാരിക്കട്ടെ. പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ടുള്ള പൊട്ടലാണ്, അല്ലാതെ വെള്ളം കിട്ടാതെ മറ്റുള്ള പൈപ്പിലെ കാരണങ്ങളല്ല. വെള്ളത്തിന്റെ ഫോഴ്സ് കൂടുതൽ പല വീടുകളിൽ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. വെള്ളം ഇത് കേൾക്കുന്ന സാധാരണക്കാർ വിലയിരുത്തണം. കുടിവെള്ളത്തിന് വേണ്ടി ഇട്ട പൈപ്പ് വെള്ളം പോകുന്ന ഫോഴ്സിന്റെ കൊണ്ട് പൈപ്പ് പൊട്ടുന്നു എന്ന് പറയുന്ന ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ്. വെള്ളം പോകുന്ന പൈപ്പ് വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ട് പൈപ്പ് പൊട്ടുന്ന അത്രയും ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകളാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് അഴിമതിയുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് ആണ് ജൽജീവൻ മിഷൻ. കോടിക്കണക്കിന് വീടുകളിൽ കുടിവെള്ളം എത്താൻ ആ പ്രൊജക്ടിന് സാധിച്ചു. ഈ ജൽജീവൻ മിഷൻ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അമൃത് പദ്ധതിയിലൂടെ 3000-ഓളം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം എത്തിച്ച നഗരസഭ പാലക്കാട് നഗരസഭയാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു പൈലറ്റ് പ്രൊജക്ട് എന്നത് സൗജന്യമായി വീടുകളിൽ കുടിവെള്ള കണക്ഷൻ കൊടുത്തത് പാലക്കാട് നഗരസഭയാണ്. കേരളത്തിൽ വേറെ ഏതെങ്കിലും നഗരസഭ, ഏതെങ്കിലും പഞ്ചായത്തിൽ ഇതുപോലെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ? പറയട്ടെ ഇടതുപോലെ മുന്നണികൾ.